നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതരായ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ എന്നിവ വാങ്ങുന്ന എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പലതരത്തിലുള്ള വാർത്തകൾ, പെൻഷൻ 3000 രൂപ, അതുപോലെ പുതിയ പരിശോധന, പെൻഷൻ മുടങ്ങുന്ന കാര്യങ്ങൾ, അർഹതയില്ലാത്തവരെ ഒഴിവാക്കുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ നിരവധി സന്ദേശങ്ങൾ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളിൽ എന്തൊക്കെയാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായി മാത്രം തുടരുന്നത്, ഗുണഭോക്താക്കൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം 2000 രൂപ എന്ന നിരക്കിലാണ്. ഇതാണ് നിലവിൽ പ്രാബല്യത്തിലുള്ള തുക. ചിലർ ചോദിക്കുന്നത് ഈ മാസം മുതൽ 3000 രൂപ ലഭിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 3000 രൂപ എന്ന നിരക്ക് നിലവിൽ നടപ്പിലാക്കിയതായി ഔദ്യോഗിക ഉത്തരവ് വന്നിട്ടില്ല. അതിനാൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കണ്ടാൽ ഔദ്യോഗിക അറിയിപ്പ് വരുന്നതുവരെ വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ 3000 രൂപ എന്ന ചർച്ച, തിരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷേമ പെൻഷൻ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും പലരും ചോദിക്കുന്നത്, എപ്പോഴാണ് 3000 രൂപ? ഈ വർഷം തന്നെ ലഭിക്കുമോ? സർക്കാർ തീരുമാനമെടുത്തോ? ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിക്കപ്പെടുന്നതുവരെ നിലവിലുള്ള 2000 രൂപ നിരക്കാണ് ബാധകം. അതുകൊണ്ട് യാതൊരു വ്യാജ സന്ദേശവും വിശ്വസിക്കരുത്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ചും നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും സഹകരണ ബാങ്കുകളിലൂടെയും വിതരണം വിവിധ ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കുക. എല്ലാവരുടെയും അക്കൗണ്ടിൽ ഒരേ ദിവസം തന്നെ തുക എത്തണമെന്നില്ല. അതുകൊണ്ട് അയൽവാസിക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഉടൻ ലഭിക്കണമെന്നില്ല. ചില പ്രദേശങ്ങളിൽ ഒരു ദിവസം വൈകാനും ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കാനും സാധ്യതയുണ്ട്. ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്നും ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നും, ബാങ്ക് ശാഖ മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും, അക്കൗണ്ട് മരവിച്ചിട്ടില്ല എന്നും, KYC ആവശ്യമുണ്ടെങ്കിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ പണം എത്താതെ ഉള്ള ഒരു അവസ്ഥ വരുന്നത്. അതുപോലെ തന്നെ പലരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് മസ്റ്ററിംഗ്. എന്നാൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. പെൻഷൻ യഥാർത്ഥ അർഹർക്കുള്ള വ്യക്തിക്കാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനുള്ള സാധാരണ പരിശോധനാ നടപടികളിൽ ഒന്നാണിത്. സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ഗുണഭോക്താവ് ജീവനോടെ ഉണ്ടെന്നും വിവരങ്ങൾ ശരിയാണെന്നും സ്ഥിരീകരിക്കുന്ന പ്രക്രിയയാണ് പൊതുവെ ലൈഫ് വെരിഫിക്കേഷൻ അഥവാ മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ ദിവസം ഇത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകണമെന്നില്ല. സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അറിയിപ്പ് നൽകുന്ന സമയത്താണ് നടപടി പൂർത്തിയാക്കേണ്ടത്. ഓരോ വർഷവും സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികളിൽ പരിശോധിക്കാറുണ്ട്. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കളെ സംരക്ഷിക്കുക, മരിച്ചവരുടെ പേരിൽ തുടരുന്ന പേയ്മെന്റുകൾ ഒഴിവാക്കുക, ഇരട്ട ആനുകൂല്യങ്ങൾ കണ്ടെത്തുക, അർഹത നഷ്ടപ്പെടുന്നവരുടെ വിവരങ്ങൾ പരിശോധിക്കുക, സർക്കാർ ധനസഹായം അർഹരായവർക്ക് ഉറപ്പാക്കുക. അതുകൊണ്ട് പരിശോധന എന്നത് എല്ലാവരുടെയും പെൻഷൻ നിർത്തും എന്നല്ല അർത്ഥം. പ്രത്യേകിച്ച് ചില ആൾക്കാർ അവരുടെ രേഖകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ബാങ്ക് അക്കൗണ്ട് മാറ്റിയവർ, പുതിയ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നവർ, വിലാസം മാറിയവർ, ആധാർ വിവരങ്ങളിൽ തിരുത്തൽ നടത്തിയവർ, ഏറെക്കാലമായി പെൻഷൻ ലഭിക്കാത്തവർ, ഇവർ ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടുന്നത് ഉപകാരപ്രദമായിരിക്കും. ഓൺലൈനായി സ്റ്റാറ്റസ് പരിശോധിക്കാമെന്നുള്ള ചോദ്യമുണ്ട്. അതെ, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ക്ഷേമ പെൻഷൻ സേവനങ്ങളിലൂടെ നിങ്ങളുടെ അപേക്ഷകളുടെ വിതരണ നിലയും പരിശോധിക്കാനുള്ള സൗകര്യം ലഭ്യമായേക്കാം. പരിശോധിക്കുമ്പോൾ അപേക്ഷാ നമ്പർ, പെൻഷൻ ID അല്ലെങ്കിൽ ആവശ്യമായ മറ്റു വിവരങ്ങൾ കൃത്യമായി നൽകണം. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് അന്വേഷിക്കുന്നതാണ് നല്ലത്. ഏറ്റവും സുരക്ഷിതമായ മാർഗവും അത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ 3000 രൂപ ലഭിക്കും, OTP പറഞ്ഞാൽ പെൻഷൻ വർദ്ധിക്കും, ബാങ്ക് വിവരങ്ങൾ അയച്ചാൽ സർക്കാർ പണം നൽകും. ഇത്തരം സന്ദേശങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. സർക്കാർ ഒരിക്കലും ഫോൺ വഴി OTP ചോദിക്കുകയോ വ്യക്തിഗത ബാങ്ക് പാസ്വേഡ് ആവശ്യപ്പെടുകയോ ചെയ്യുകയില്ല. പെൻഷൻ ലഭിക്കുന്ന എല്ലാവരുടെയും ആനുകൂല്യങ്ങൾ ഒരേ സാഹചര്യത്തിൽ തുടരണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ വിതരണം വൈകുകയോ താൽക്കാലികമായി തടസ്സപ്പെടുകയോ ചെയ്യാം. ഉദാഹരണത്തിന്, സർക്കാർ ആവശ്യപ്പെട്ട രേഖകൾ സമയത്ത് സമർപ്പിക്കാത്തത്, ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമാവുക, ആധാർ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടാവുക, വിലാസം അല്ലെങ്കിൽ വ്യക്തി വിവരങ്ങൾ മാറിയിട്ടും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക,
അതുപോലെ അർഹതാ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമായി വരിക, ഇവയെല്ലാം ഉണ്ടായാലും എല്ലാ സാഹചര്യങ്ങളിലും പെൻഷൻ സ്ഥിരമായി റദ്ദാക്കുമെന്ന് അർത്ഥമില്ല. ബന്ധപ്പെട്ട ഓഫീസിൽ വിശദീകരണം നൽകാനും ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനും അവസരം ലഭിക്കും. സർക്കാർ ഇടയ്ക്കിടെ ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കുന്നത് പ്രധാനമായും 3 ലക്ഷ്യങ്ങൾക്കായാണ്. ഒന്നാമത്, യഥാർത്ഥ അർഹരായവർക്കാണ് ആനുകൂല്യം ഉറപ്പാക്കുക. രണ്ടാമത്തത്, മരിച്ചവരുടെ പേരിലോ അർഹത നഷ്ടപ്പെട്ടവരുടെ പേരിലോ തെറ്റായ വിവരങ്ങൾ തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇനി മൂന്നാമത്തെ, സർക്കാർ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനാൽ പരിശോധന നടക്കുന്നു എന്ന വാർത്ത മാത്രം കേട്ട് ആരും ഭയപ്പെടേണ്ടതില്ല. മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടുന്ന സമയത്ത് വൈകാതെ നടപടികൾ സ്വീകരിക്കുക. നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. സ്വകാര്യ ഏജൻസികളോ സോഷ്യൽ മീഡിയ സന്ദേശങ്ങളോ മാത്രം ആശ്രയിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ പിന്തുടരേണ്ടത് അത്യാവശ്യമാണ്. പെൻഷൻ വൈകുന്നുണ്ടെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്. അക്കൗണ്ട് എപ്പോഴും സജീവമാണോ, അടുത്തിടെ ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. പലരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയമാണ് ക്ഷേമ പെൻഷൻ 3000 ആക്കുമോ എന്നുള്ളത്. ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്താവനകളും പൊതുചർച്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ 3000 രൂപ നിരക്ക് പ്രാബല്യത്തിൽ വന്നതായി ഔദ്യോഗിക സർക്കാർ ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ പുതിയ തുകയും പ്രാബല്യ തീയതിയും ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. സുഹൃത്തുക്കളെ, ഇനി മറ്റൊരു പ്രധാന കാര്യം, പെൻഷൻ ലഭിക്കുന്നവർ വീട് മാറിയിട്ടുണ്ടെങ്കിൽ, ബാങ്ക് അക്കൗണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ, മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേഖകളിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ പരിശോധനയ്ക്ക് കൂടുതൽ സമയം വേണ്ടിവരാം. പ്രായമായ പല ഗുണഭോക്താക്കളും ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അത്തരം സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെയോ അക്ഷയ കേന്ദ്രങ്ങളുടെയോ സഹായം തേടുന്നതാണ് നല്ലത്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, OTP, ATM പിൻ തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. ക്ഷേമ പെൻഷൻ നിരവധി കുടുംബാംഗങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ്. അതിനാൽ ചെറിയ വാർത്തകൾ പോലും വലിയ ആശങ്ക സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത വിവരങ്ങൾ കേട്ട് അനാവശ്യമായി ഭയപ്പെടേണ്ട കാര്യവുമില്ല. നിലവിൽ ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ആവശ്യമായ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. സർക്കാർ ആവശ്യപ്പെടുന്ന നടപടികൾ സമയത്ത് പൂർത്തിയാക്കുക. അങ്ങനെ ചെയ്താൽ അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ തുക വിതരണം, മസ്റ്ററിംഗ്, അർഹതാ പരിശോധന അല്ലെങ്കിൽ പുതിയ സർക്കാർ ഉത്തരവ് എന്നിവ സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ അതിൻ്റെ വിശദമായ വിശകലനവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യൂ. അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഇത് സഹായമാവും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.